അപൂർവ ജാതകം. രചന മാർത്ത മറിയം. അവതരണം ജംസി. ശരി അച്ഛാ. അവൻ പുറത്തേക്കിറങ്ങി. മനസ്സിൽ പ്രതീക്ഷയോടെ മുനിഞ്ഞു കത്തിക്കൊണ്ടിരുന്ന ആ ചെറുനാളം കൂടുതൽ പ്രകാശത്തോടെ പ്രതീക്ഷയോടെ തെളിഞ്ഞു വരുന്നത് കണ്ട് അവൻ മെല്ലെ പുഞ്ചിരിച്ചു. മാധവ് സാർ. PA അനസ് ക്യാബിനിലേക്ക് കയറി വന്നു. യെസ്. ലാപ്ടോപ്പിൽ നിന്നും മുഖമുയർത്തിക്കൊണ്ട് മാധവ് അനസിനെ നോക്കി. ഒരു വിസിറ്റർ ഉണ്ട്, ബട്ട് അപ്പോയിൻമെൻ്റ് ഇല്ല, അനസ് പറഞ്ഞു. ആരാണ്? എന്താ പർപ്പസ്? താടി ഒഴിഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു. കഴിഞ്ഞ ദിവസം SK അസോസിയേറ്റ്സിൽ നിന്നും വന്ന സ്റ്റാഫാണ്. പിന്നീട് അനസ് പറഞ്ഞതൊന്നും മാധവ് കേട്ടില്ല. തീർച്ചയാണ് വന്നിരിക്കുന്നതെന്നുള്ള അറിവിൽ അവൻ പോലും അറിയാതെ ക്യാബിനിൽ നിന്നും ഇറങ്ങി റിസപ്ഷനിലേക്ക് വേഗത്തിൽ നടക്കുകയായിരുന്നു. സാറിന് എന്താ പറ്റിയത് എന്നുള്ള ഭാവത്തിൽ അനസ് കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുകയാണ്. തീർത്ത, താനെന്താ ഇവിടെ? സന്തോഷത്തിൽ അവൻ്റെ ഹൃദയം ഒരു പടി കൂടി മുന്നിൽ മിടിച്ചു. കണ്ണുകൾ ഇമ ചിമ്മി. അവൻ്റെ ആ പ്രവൃത്തി കണ്ട് അവൾ ചുറ്റും നോക്കി. എല്ലാവരുടെയും ശ്രദ്ധ അവരിലാണ്. തീർത്ത എന്താ പറയേണ്ടതെന്നറിയാതെ ചൂളി നിന്നു. അപ്പോഴാണ് മാധവനും സ്ഥലകാലബോധം വന്നത്. തൻ്റെ പ്രവൃത്തിയിൽ അവന് ചമ്മല തോന്നി. അവൻ വേഗത്തിൽ അവളെയും വിളിച്ചുകൊണ്ട് ഓഫീസിന് പുറത്തേക്ക് നടന്നു. ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കുന്നു. അവൻ്റെ കണ്ണുകൾ വിടർന്നു വന്നു. തീർത്ത ഒരു നിമിഷം ആ മിഴികളിലേക്ക് തന്നെ നോക്കി നിന്നു. പറ തീർത്ത, എന്തിനാ എന്നെ കാണാൻ വന്നത്? പ്രതീക്ഷയോടെ അവൻ ചോദിച്ചു. എനിക്ക് കുറച്ച് സംസാരിക്കണമെന്നുണ്ട്, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ആണോ? എന്നാ വാ. അവൻ അവളെയും കൂട്ടി ഓഫീസിനടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് നടന്നു. ആ സമയത്ത് അവിടെ അധികം തിരക്കുണ്ടായിരുന്നില്ല. പുറത്തെ റോഡിലേക്ക് വ്യൂ ഉള്ള ടേബിളിന് ഇരുവശത്തായി ഇരുവരും ഇരുന്നു. പറ തീർത്ത, എന്തെങ്കിലും എമർജൻസിയാണോ? അവൻ്റെ ചിന്ത ഒരു നിമിഷം ആ വഴിക്ക് പോയി. ഞാൻ തിരികെ മേലിടത്തേക്ക് വന്നാൽ മാധവേട്ടൻ്റെ അമ്മയുടെ പ്രതികരണം എന്തായിരിക്കും? കൂടുതൽ മുഖവരയൊന്നുമില്ലാതെ അവൾ ചോദിച്ചു. പറഞ്ഞാൽ താൻ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് രാവിലെ കൂടി അമ്മ തൻ്റെ കാര്യം പറഞ്ഞതേയുള്ളൂ. ഞാനും അമ്മയും അച്ഛനും കൂടി വൈകുന്നേരം തന്നെ കാണാനായിട്ട് വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ അവനത് പറഞ്ഞപ്പോൾ അമ്പരപ്പോടെ തീർത്ത അവനെ നോക്കി. എന്തിന്? അവൾ ചോദിച്ചു. എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരുമോ എന്നറിയാനായി. അവൻ്റെ ശബ്ദം പ്രണയാർദ്രമായി. അതിന് മാധവേട്ടൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ, അവൾ വരണ്ട പുഞ്ചിരിയോടെ ചോദിച്ചു. അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ. അമ്മയ്ക്കിപ്പോൾ അങ്ങനെയൊരു ചിന്തയുമൊന്നുമില്ല. എൻ്റെ ജീവിതം നന്നായി കാണണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. മുൻപോട്ടാഞ്ഞിരുന്നു കൊണ്ട് അവൻ പറഞ്ഞു. പക്ഷേ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, അവൾ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഇനി ആരെ പേടിക്കാനാണ്? അവൻ ചോദിച്ചു. മാധവേട്ടൻ്റെ ജാതകദോഷത്തെ. അവളത് പറഞ്ഞതും അവൻ്റെ മുഖത്തെ സന്തോഷത്തിൻ്റെ തിരിയണഞ്ഞു. മുഖം മുറുകി. അവൻ പെട്ടെന്ന് തന്നെ നിശബ്ദനായി. ചിന്തകളോടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ആർദ്രയുടെ മരണം കാരണമാണോ ഇപ്പോൾ ഈ പേടി? മങ്ങിയ മഴനിലാവ് പോലെ അവനൊന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ ചോദിച്ചാൽ അതെ. ഇത്ര നാളും എനിക്ക് ഇതിലൊന്നും ഒരു വിശ്വാസമുണ്ടായിരുന്നില്ല. പകരം പുച്ഛം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ എന്തോ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ശിവു ഈ ലോകത്ത് തനിച്ചായി പോവില്ലേ? അവൾ നെടുവീർപ്പിട്ടു. അതിന് മാധവൻ്റെ പക്കൽ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഞാൻ തിരികെ വരാം, പക്ഷേ അതിനു മുന്നേ മാധവേട്ടൻ എനിക്ക് ഒരു ഉറപ്പ് തരണം, അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തുറപ്പ്? അവൻ പുരികമുയർത്തിക്കൊണ്ട് ചോദ്യഭാവത്തിൽ അവളെ നോക്കി. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ശിവുവിന് യാതൊരു കുറവുകളും കൂടാതെ നോക്കിക്കൊള്ളാം എന്നുള്ള ഉറപ്പ്. അവളുടെ ആ വാക്കുകൾ കൂർത്ത കൂരമ്പുകളായി അവൻ്റെ ഇടനെഞ്ചിൽ തുളഞ്ഞു കയറി. രക്തം വാർന്നു. ഇല്ല, നിനക്കൊന്നും സംഭവിക്കില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. വേദന കൊണ്ട് അവൻ്റെ വാക്കുകൾ ചിതറി. ശബ്ദം വിറച്ചു. ശ്വാസമെടുക്കാൻ പ്രയാസമുള്ളതുപോലെ അവൻ ദീർഘമായി നിശ്വസിച്ചു. സംഭവിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന. മാധവേട്ടൻ്റെ കൂടെ, എൻ്റെ ശിവുവിൻ്റെ കൂടെ ഒരു 100 വർഷം ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നമുക്ക് വിധിയെ തടുക്കാനാവില്ലല്ലോ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ശിവു ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോകരുത്. അവളെ സ്വന്തം കുഞ്ഞിനെ പോലെ മാധവേട്ടൻ നോക്കുമെന്ന് ഉറപ്പ് തന്നാൽ ഈ നിമിഷം ഞാൻ മാധവേട്ടൻ്റെ കൂടെ വരാൻ തയ്യാറാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ കിതച്ചു.
നിനക്കൊന്നും സംഭവിക്കില്ല തീർത്ത. നിന്റെ മടിയിൽ കിടന്ന് ഞാൻ എൻ്റെ അവസാന ശ്വാസം എടുക്കൂ. ടേബിളിലിരിക്കുന്ന അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അത് കേട്ടതും തീർത്തയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവളുടെ കണ്ണുകൾ നിറയുകയും കൺപീലികൾ നനയുകയും ചെയ്തു. പ്രണയാർദ്രമായി അവൾ അവനെ നോക്കി. ഇനിയെങ്കിലും എൻ്റെ കൂടെ വന്നൂടെ? അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു. അതിന് നേർത്തൊരു പുഞ്ചിരിയായിരുന്നു അവളുടെ മറുപടി. ആ ചിരിയിൽ നിന്നും തന്നെ അവളുടെ സമ്മതം അവൻ തിരിച്ചറിഞ്ഞു. മാധവൻ്റെ മുഖത്ത് നേർത്ത പുഞ്ചിരി വിടർന്നു. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച പോരാളിയെപ്പോലെ അവൻ മന്ദഹസിച്ചു. മാധവ് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. അവൻ വരുന്നത് കണ്ട് തീർത്ത എഴുന്നേറ്റു. മാധവ് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ ഹൃദയതാളം അവളുടെ കാതുകളിൽ ഈണം പകർന്നു. ഹൃദയമിടിപ്പുകൾ ഒന്നായി. ഇരു ഹൃദയങ്ങളും പരസ്പരം ഒന്നു ചേരാൻ വേണ്ടി. തീർത്തയുടെ മാത്രം മാധവ്, മാധവൻ്റെ മാത്രം തീർത്ത. ഇരു ഹൃദയങ്ങളും പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്നു. എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ, അത് തന്നെ ഭാഗ്യം. മാധവൻ്റെ മുടിയിൽ തഴുകിക്കൊണ്ട് അച്ചമ്മ പറഞ്ഞു. എന്നാലും വല്യേടൻ തിരുമേനിയെ കണ്ട് എന്തെങ്കിലും ദോഷമോ പരിഹാരമോ ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്യുന്നതല്ലേ നല്ലത്. ഇനിയും ആ കുട്ടിക്ക് വേദന കൊടുക്കരുത്, മഹി പറഞ്ഞു. അതാ ശരി. ജാനകിയും അതിനെ അനുകൂലിച്ചു. എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ, ഇനി എന്തിനാ വെറുതെ അതൊക്കെ? പാർവതിക്ക് അതിലൊന്നും വലിയ താല്പര്യം തോന്നിയില്ല. അങ്ങനെയല്ല പാർവതി, നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് വേണം ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. വല്യേടൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും തെറ്റിയിട്ടില്ലല്ലോ, അച്ചമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാ മുഖങ്ങളിലും ഭയം നിറഞ്ഞു. നാളെ രാവിലെ തന്നെ തിരുമേനിയെ കാണാൻ പോകാം എന്ന് തീരുമാനിച്ചുകൊണ്ട് അന്നത്തെ രാത്രി എല്ലാവരും കിടക്കാൻ പോയി. ഉറങ്ങാൻ കിടന്നെങ്കിലും മാധവിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൻ ഫോണെടുത്ത് തീർത്തയെ വിളിച്ചു. ഇതേ സമയം അവളും ഉറങ്ങിയിരുന്നില്ല. മാധവിനൊപ്പം മേലിടത്തേക്ക് ചെല്ലാമെന്ന് സമ്മതം അറിയിച്ചെങ്കിലും വരും വരായികൾ ഓർത്ത് അവളുടെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു. അശാന്തമായൊരു കടൽ അവളുടെ ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരുന്നു. തന്നോട് ചേർന്ന് ഒന്നും അറിയാതെ നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്ന ശിവുവിൻ്റെ മുടിയിൽ തഴുകിക്കൊണ്ട് അവൾ അതിവേഗം കറങ്ങുന്ന സീലിംഗ് ഫാനിലേക്ക് നോക്കിക്കിടക്കുകയായിരുന്നു. അപ്പോഴാണ് മൊബൈൽ റിങ് ചെയ്തത്. കുഞ്ഞുറക്കം ഉണരാതിരിക്കാനായി അവൾ വേഗം തന്നെ കൈയെത്തിച്ച് ഫോൺ എടുക്കുന്നതിനിടയിൽ ആ ഫോൺ സൈലൻ്റാക്കി. പിന്നെയാണ് ആരുടെ കോളാണെന്ന് നോക്കിയത്. മാധവൻ്റെ പേര് കണ്ടതും എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട് ഒരു നിമിഷം നിന്നു. പിന്നെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തുകൊണ്ട് റൂമിൽ നിന്നും ഹാളിലേക്ക് ഇറങ്ങി. ഹലോ തീർത്ത, താൻ ഉറങ്ങിയിരുന്നോ? മൃദുലമായ മാധവിൻ്റെ ശബ്ദം അവളുടെ കാതുകളിൽ പതിച്ചു. ഇല്ല, അവൾ മെല്ലെ പറഞ്ഞു. എനിക്കെന്തോ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അതുകൊണ്ടാണ് വിളിച്ചത്. ഫോണിലൂടെയെങ്കിലും അവളുടെ ശബ്ദം കേട്ടപ്പോൾ അവന് വല്ലാത്തൊരു ഉന്മേഷം തോന്നി. മനസ്സ് വളരെ ശാന്തമായതുപോലെ, ഉള്ളിൽ തണുപ്പ് പടർന്നതുപോലെ. അവൾ പതിഞ്ഞു മൂളി. പിന്നെ അവൻ ചോദിച്ചു. പതിയെ പതിയെ ആ സംസാരം നീണ്ടു. ആ രാവിനെ ഇരുവരും പകലാക്കി. നാളുകൾ നീണ്ടു നിന്നിരുന്ന പരാതിയും പരിഭവങ്ങളും വിശേഷങ്ങളും ഇരുവരും തോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. പ്രണയത്തിൻ്റെ മഴ അവർക്കിടയിൽ പെയ്തു തോരാതെ നിന്നു. തീർത്തയുടെ മനസ്സിനെ മൂടിയിരുന്ന സകല ആശങ്കയും ഒഴിഞ്ഞു. മാധവനടുത്തേക്ക് ഓടിയെത്താനും അവൻ്റെ നെഞ്ചിൽ ഇറുകെ പുണരാനും അവൾക്ക് കൊതി തോന്നി. തീർത്ത, തനിക്ക് ഉറക്കം വരുന്നുണ്ടോ? മാധവ് മെല്ലെ ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞു. അപ്പോഴേക്കും പകലിൻ്റെ വരവറിയിച്ചുകൊണ്ട് ദൂരെയെങ്ങോ ഒരു കോഴി കൂവി. അപ്പോഴാണ് ഇരുവരും സമയത്തെക്കുറിച്ച് ആലോചിച്ചത്. തീർത്ത ഫോണിലേക്ക് നോക്കി. സമയം 4 കഴിഞ്ഞിരിക്കുന്നു. ഭഗവാനെ, ഇത്രയും നേരം സംസാരിച്ചോ? തീർത്ത ആശ്ചര്യത്തോടെ മനസ്സിലോർത്തു. എങ്കിലും ഇനിയും ഒരുപാട് സംസാരിക്കാനുള്ളതുപോലെ ഒരു കൊതിയായിരുന്നു മനസ്സ് നിറയെ. മാധവിൻ്റെ അവസ്ഥയും വിഭിന്നമായിരുന്നു. അവളോട് സംസാരിച്ച് അവന് മതി വരുന്നുണ്ടായിരുന്നില്ല.